ഇന്ന് 5th സെഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ. ഇപ്പൊ ലാസ്റ്റ് 4th സെഷനിൽ നമ്മൾ ഇഗ്നോ എന്താണ്, ലേൺവൈസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം പരിചയപ്പെട്ടു. നമ്മൾ മെന്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പൊ ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വരുന്നത് ഫാക്കൽറ്റീസ് ആണ്. നിങ്ങൾ ഓൾറെഡി നമുക്ക് ഓൺലൈൻ ഡിസ്റ്റന്റ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ മോഡിൽ കാണുന്ന പോലെ ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഫാക്കൽറ്റീസിനെ കാണുന്നുണ്ടാവില്ല, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന മെയിൻ ഒരു സപ്പോർട്ട് തരുന്ന ഒരു ടീമാണ് ഫാക്കൽറ്റീസിന്റെ ഒരു ടീം എന്ന് പറയുന്നത്. നമ്മൾ അവരെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും, അവരുടെ സൗണ്ട് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഈ ഫാക്കൽറ്റീസിനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെ ആയിട്ട്. സോ എന്തായാലും ഒരുപാട് ഡിലേ ഇല്ലാതെ തന്നെ ഫസ്റ്റ് നമുക്ക് സൈക്കോളജി ഫാക്കൽറ്റീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് നബീൽ സാറിനെ ആണ് വിളിക്കുന്നത്. സോ സാർ ഓൾറെഡി നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സാറിന്റെ സൗണ്ടും സാറിന്റെ ഫേസും എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പിന്നെ ബാക്കി സാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സർ, നബീൽ സർ. ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഗുഡ് ഈവനിങ് സർ. ഓക്കെ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പൊ എന്തായാലും ആദ്യം നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ലേൺവൈസിലേക്കും പിന്നെ സൈക്കോളജി ഫാമിലിയിലേക്കും വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളെ മനസ്സറിഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ പല ആളുകളും, എനിക്ക് തോന്നുന്നു 90% ഓഫ് ആളുകളും നല്ലൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും പഠിക്കുന്ന ആളുകളാണ്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊഫഷണൽസ് ആണ്, എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിങ്ങൾ വീണ്ടും പഠനത്തിന് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. ഓക്കെ, അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾ വൈഷ്ണവി പറഞ്ഞ പോലെ തന്നെ എന്റെ പേര് നബീൽ എന്നാണ്. ഞാൻ ഡിഗ്രി ചെയ്തത് എന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കോളേജിലായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ഡൽഹിയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നാണ് ചെയ്തത് 2017. അതിനുശേഷം ഞാൻ കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഇൻക്യുബേഷൻ, പിന്നെ യുണൈറ്റഡ് നാഷൻസ്, അതുപോലെയുള്ള കുറച്ച് ഓർഗനൈസേഷനിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടും പിന്നെ നാട്ടിലുള്ള ഒരു കോളേജിൽ 2 years അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും വർക്ക് ചെയ്തിരുന്നു. അതായത് ലേൺവൈസിൽ വരുന്നതിന് മുമ്പ്. ഓക്കെ, ലേൺവൈസിൽ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. അതായത് ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ലേൺവൈസിലാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ പലപ്പോഴും ഈ ഒരു ഡിസിഷൻ എടുത്തത് ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും. അതായത് വീണ്ടും ഒരു ഡിഗ്രി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് ആഗ്രഹം വരുന്നത് തന്നെ നല്ല കാര്യമാണ്. കാരണം പലർക്കും അത് അങ്ങനെ തോന്നുന്നത് പോലും ഇല്ല. കാരണം ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ പഠിക്കുന്നു എന്നുള്ളൊരു മൂഡിലെ വരാം. പിന്നെ നമ്മൾ ആരോടെങ്കിലും അഭിപ്രായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരാകെ തളർത്തുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും അവരുടെ അടുത്ത് പൊതുവേ ഉണ്ടാവും. ലൈക്ക് ഒരു 10-30 വയസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആളോട് ഞാനൊരു ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികം നിനക്കെന്താ ഭ്രാന്താണെന്നൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. നിന്നെ കൊണ്ട് നടപടിയാവില്ല എന്നൊക്കെ പറയും. കാരണം അത് അങ്ങനെ പല സംഭവങ്ങളും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത് ആൾക്കാരുടെ അസൂയ കൊണ്ടുള്ള റെസ്പോൺസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഈ എന്താണ് ലൈക്ക് വെള്ളം എന്ന് പറഞ്ഞ മൂവിയിൽ പറയുന്ന പോലെ ലൈക്ക് പിന്നെ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളതല്ലേ. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ഇരുന്നോ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇരുന്നോ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇരുന്നോ ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, യു ഹാവ് ടേക്കൺ ദ ബെസ്റ്റ് ഡിസിഷൻ ടു ഗെറ്റ് എ ഡിഗ്രി ഫ്രം ഇഗ്നോ. ഓക്കെ, പിന്നെ സൈക്കോളജിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സൈക്കോളജി നിങ്ങൾ ഒരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ചില സമയത്തൊക്കെ നമ്മൾ റോങ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യും. അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് എന്താ പറയുക, അത് വെറുതെ പഠിച്ചതായിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഓക്കെ, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ വല്ലപ്പോഴൊക്കെ. പക്ഷെ സൈക്കോളജിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് ആ ഒരു പാഷൻ അതിനോടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് സൈക്കോളജി എന്നുള്ളത്. അപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള ഇൻട്രോ അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന പേപ്പേഴ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത് അതായത് ഫസ്റ്റിലത്തെ പേപ്പർ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറാണ്. ആ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് സൈക്കോളജി എന്നുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള ഐഡിയ കിട്ടും. എന്തല്ല സൈക്കോളജി എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും സൈക്കോളജി എന്നതാണ്, അതായത് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് മെന്റൽ പ്രോസസ് ഒക്കെ ആണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മോട്ടിവേഷന്, അതുപോലെ തന്നെ ഇന്റലിജൻസ്, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ വളരെ ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ
സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഒരു പേപ്പറാണ് എടുക്കുക. അത് ഇൻഡിവിജ്വൽ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ്. നമുക്കറിയാം നമ്മൾ ആരും ഇവിടെ ഇന്നിപ്പം എത്ര മെമ്പേഴ്സ് ഉണ്ട്, ലൈക്ക് 55 മെമ്പേഴ്സ് ഉണ്ട്. ഈ 55 മെമ്പേഴ്സിൽ ഒരാളും എന്തില്ല, ലൈക്ക് ആരും ഒരുപോലെ അല്ല, ലൈക്ക് വി ആർ ഡിഫറെന്റ്, ഓൾ ഹ്യൂമൻ ബീങ് ആർ യുണീക്ക് എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മളെ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മുടെ സ്കിൽസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന പേപ്പറിന്റെ പേര്. അതായത് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ ഉള്ളത്, ആ ഫാക്ടേഴ്സ് ഒക്കെ പഠിക്കുക, ആ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുക, എങ്ങനെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാം, എങ്ങനെ ഇന്റലിജൻസിനെ അസസ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിക്കുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പേപ്പറിൽ നമ്മൾ പഠിക്കാം. പിന്നെ തേർഡ് സെമസ്റ്ററിൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറാണ് ഞാൻ ഡീൽ ചെയ്യാൻ. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഇത് പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയുന്നത് നമ്മളുടെ സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ബിഹേവിയേഴ്സിൽ മാറ്റം വരുത്തുന്നതാണ്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് പോലെ ആവണമെന്നില്ല ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യുന്നത്, പിന്നെ വേറെ കടയിൽ പോയാൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബിഹേവിയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മളെ ചുറ്റുള്ള ആളുകൾ വരുമ്പോഴാണ്. അപ്പം ഈ മറ്റുള്ള ആളുകൾ, അതുപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻസ് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത്. അതിൽ ഒരുപാട് കൺസെപ്റ്റുകൾ, നല്ല രസകരമായിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് തേർഡ് സെമസ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്ന പേപ്പർ എന്നുള്ളത്. പിന്നെ ഫോർത്ത് സെമസ്റ്ററിൽ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി എന്ന ഒരു പേപ്പർ ഉണ്ട്. അതായത് ഈ സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഇതിന്റെ ഫിനോമിനൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പേപ്പേഴ്സ് ആണ് ഫസ്റ്റ് 2 ഇയേഴ്സിൽ എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. തേർഡ് ഇയറിൽ നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ ഐ ബി ഡീലിംഗ് ദാറ്റ് ഓൾസോ സം മേ ബി പോസിബിൾ. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് വീണ്ടും കാണാം, വീണ്ടും നമ്മൾ ലൈവ് സെഷൻസിൽ നമുക്ക് മീറ്റ് ചെയ്യാം റാൻഡം ആയിട്ട് തന്നെ. അപ്പോൾ അതുവരേക്കും see you again, all the very best. സാറിന്റെ ഇൻട്രൊഡക്ഷന്റെ ഒപ്പം സാർ ഒരു ക്വിക്ക് മോട്ടിവേഷനും തന്നു അല്ലെ? അതുപോലെ തന്നെ സാർ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സിനെ കുറിച്ച് ഒരു ഐഡിയയും തന്നു. അപ്പൊ ഇനി നമുക്ക് സൈക്കോളജി ടീമിൽ നബീൽ സാറിന്റെ ഒപ്പം തന്നെയുള്ള അടുത്ത ഫാക്കൽറ്റിയാണ് അർഷന മാം. ഓക്കെ, ഞാൻ അർഷന മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. എന്റെ പേര് അർഷന റിയാസ്. ഞാൻ ഇപ്പം PG കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമാവുന്നു. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ നിന്നാണ് PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, MA ഇൻ സൈക്കോളജി. ആൻഡ് ഡിഗ്രി ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിലാണ്, BSc സൈക്കോളജി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം, അല്ലെങ്കിൽ കുറെ മാരേജ് കഴിഞ്ഞിട്ടായിട്ടോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞൊരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് ചെറിയൊരു ഗട്ട് ഫീലിംഗ് പോരാ. അപ്പം നിങ്ങളെല്ലാവരും എന്താണ് അത്രയും അപ്രീഷിയേറ്റ് പെടേണ്ട ആളുകളാണ്. സോ ഐ എം സോ ഹാപ്പി നിങ്ങൾ ലേൺവൈസ് എന്നെ ചൂസ് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. സെക്കൻഡ് ഇയറിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ് ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. പിന്നെ മേ ബി ഞാൻ ഹാൻഡിൽ ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് സബ്ജക്റ്റുകളാണ് സൈക്കോളജി, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ തോട്ട് ഓർ ഇൻട്രൊഡക്ഷൻ ടു ഡെവലപ്മെന്റൽ സൈക്കോളജി, പിന്നെ സൈക്കോളജിക്കൽ റിസർച്ച്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവുന്നു, അവിടുന്ന് ജനിക്കുന്നു, ജനിച്ചു കഴിഞ്ഞ് കുട്ടി വളർന്നു വരുന്ന ഒരു പ്രോസസ്സിൽ ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ, ചെറിയ രീതിയിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്, നമ്മുടെ പാരന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയിൽ നമ്മൾ സൈക്കോളജി എങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്, എവിടുന്ന് വന്നു, എന്തൊക്കെയാണ് ആദ്യമായിട്ട് വന്ന തിയറീസ്, കാര്യങ്ങളൊക്കെ. പിന്നെ റിസർച്ചിലും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫർദർ ഇപ്പൊ PG കഴിഞ്ഞ് ഇനി റിസർച്ച് PhD കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന പേപ്പറാണ് സൈക്കോളജിക്കൽ റിസർച്ചുകൾ. എന്തൊക്കെ മെത്തേഡുകളാണ് കാര്യങ്ങളൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിനിങ്ങനെ വീഡിയോസിലും ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇവര് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി ഇവരെ ലൈവ് സെഷൻസിൽ സാർ പറഞ്ഞ പോലെ റാൻഡം ആയിട്ട് കാണുന്നതായിരിക്കും. സാറിനെയും മാമിനെയും ഒക്കെ നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സൈക്കോളജി സബ്ജക്ട്സ് ഡീൽ ചെയ്യുന്നത് നബീൽ സാറും അർഷന മാമും ആയിരിക്കും. ഇനി നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിൽ വരുന്ന കോഴ്സാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഹാൻഡിൽ ചെയ്യുന്നത് അനിത മാം ആണ്. സോ ഞാൻ അടുത്ത അനിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ്. സോ എന്റെ പേര് അനീറ്റ സൈമൺ.
ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് എടുക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഞാനിപ്പം എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, BEd കഴിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലണ്ടനിലാണ് ചെയ്തത്. അത് കഴിഞ്ഞു കോളേജിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞു ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. നൗ ഐ എം ഹിയർ അറ്റ് ലേൺവൈസ്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് എന്താണ് എടുക്കാൻ പോകുന്നത്, അതിന്റെ ഓരോ ടോപ്പിക്സ് എന്താ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഉണ്ട്, അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ സിലബസ് നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നില്ല. ബട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്തിട്ടെടുത്തതായിരിക്കില്ല അല്ലെ. നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടെടുത്തതായിരിക്കും. ഇത് ബൈ ഡീഫോൾട്ട് ആയിട്ട് വന്നൊരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് തന്നെ ചിലർക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ആ ലാംഗ്വേജിനോട് വലിയ പരിചയമില്ല, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, നമ്മുടെ മദർ ടങ് അല്ല. പിന്നെ ചെറുപ്പം മുതലേ ഇപ്പൊ നബിൽ സാർ നിങ്ങളടുത്ത് ഡിഗ്രി എടുക്കാൻ പോകുമ്പോൾ എന്താ പറയാ ആൾക്കാർ കളിയാക്കും എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ നമുക്ക് ചെറുപ്പം മുതലേ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇംഗ്ലീഷിനെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ തീരെ പ്രൊമോട്ട് ചെയ്യാത്തൊരു ഒരു ജനറൽ ടെൻഡൻസി ഉണ്ട് ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് എത്രത്തോളം ഡെവലപ്ഡ് ആണ് എന്നുള്ളതിൽ നമുക്കൊരു നെർവസ്നെസ് ഉണ്ടാവും ആൾക്കാരോട് സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ എക്സാം എഴുതുന്നത് എന്തായാലും നിങ്ങളുടെ മദർ ടങ്ങിലായിരിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സെന്റൻസസ് ഫോം ചെയ്യുക, സെന്റൻസസ് എഴുതാൻ പറ്റുക, അത് മാത്രമല്ല റിയൽ ലൈഫിൽ ആ ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യാൻ പറ്റുക എങ്ങനെയാ എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും. ഇപ്പോഴല്ല, വരുന്ന സെഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ലേൺവൈസിന് പോകുമ്പോഴേക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും. അപ്പൊ നമ്മൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്നുള്ളതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐ ഹോപ്പ് ഈ മാർക്ക് വാങ്ങുന്നതിന് കൂടെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കിൽസും, അതായത് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആയിക്കോട്ടെ, റൈറ്റിംഗ് സ്കിൽസ് ആയിക്കോട്ടെ, എല്ലാം ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ ഐ ഹോപ്പ് അങ്ങനെ ഒരു എന്താ പറയാ കാര്യം ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. സോ ഞാൻ വളരെ ദീർഘിപ്പിച്ച് ഇങ്ങനെ പറയുന്നില്ല, കാരണം എന്തായാലും നമ്മൾ ഇനി വരുന്ന ലൈവ്സിൽ കാണും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എല്ലാവരുടെ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. സോ ഐ ഓൾ ദ ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദ ഫാമിലി. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ കോർ കോഴ്സിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ കുറെ പേര് ഓറിയന്റേഷൻ ടൈമിൽ പറഞ്ഞു സ്റ്റാറ്റിക് എന്നുള്ളത് കുറച്ച് പേടിയുള്ള സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫാക്കൽറ്റി അൻസഫ് സർ ഇവിടെ ഉണ്ട്. സർ കൂടുതൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. സർ വീഡിയോസിൽ ഉണ്ടാവില്ല, ലൈവ് സെഷൻസ് ആയിരിക്കും ഡീൽ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. അൻസഫ് സർ. സോ എന്റെ പേര് അൻസഫ് ക്യാമീൻ, ഞാൻ എറണാകുളം ജില്ലയിലാണ്. സോ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1 year ആയിട്ട് ലേൺവേഴ്സിലെ ഫാക്കൽറ്റി ആണ്. സോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങൾ പലരും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ പഠിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ +2 ആയിട്ട് വന്നവരുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് വന്നവരുണ്ടാവും. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ സിമ്പിൾ, ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനില്ല. സോ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യം ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡാറ്റ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. ഓരോ പേപ്പേഴ്സിനും നിങ്ങൾക്ക് ഓരോ ഡാറ്റ കളക്ഷൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യണം. സോ ഈ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം അത് നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് അനലൈസ് ചെയ്യുക, സോ ആ ഡാറ്റയിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സോ ബേസിക്, വളരെ ബേസിക് ആയിട്ട്, നിങ്ങൾക്ക് ഒരുപാട് ടഫ് ആയിട്ടുള്ള യാതൊരു ടോപ്പിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാവുന്നതുള്ളൂ. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കേൾക്കുക. റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ടാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കേൾക്കുന്ന കുറെ ടേംസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത കുറച്ച് ടേംസ് ഉണ്ടാവും. സോ ആ ടേംസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന ടേംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ലൈവ് സെഷനിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൈവ് സെഷൻസ് വെക്കുന്നത്. സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കാം. നമ്മൾ
പറയുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ അല്ലാതെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മെന്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും തീരെ ഡൗട്ട് ഇല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഡൗട്ട് വരും. എന്നാലും ആ ഡൗട്ടുകളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോകാവുന്നതുള്ളൂ. നിങ്ങളാരും ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു ടോപ്പിക് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ഞാൻ ഇപ്പോഴേ പറയാണ്. ഒരുപാട് ടെൻഷൻ അടിക്കാൻ പാകത്തിന് കാര്യമായിട്ട് ഒന്നും അതിനകത്തില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്സിന്റെ ഒരു എന്താ പറയുക അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ് നിങ്ങൾക്ക് മാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനാണെങ്കിലും കുറച്ച് മെത്തേഡ്സിൽ നിങ്ങൾക്ക് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, കുറച്ച് ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് തിയറി ഒക്കെ ആയിട്ടുള്ള, ഒരുപാട് തിയറി ഇല്ല, വളരെ കുറച്ച് തിയറി ഒക്കെ ആയിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങൾക്കുള്ളത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ഒരുപാട് പേടിയോടെ കാണുന്ന ഒരു സബ്ജക്ട് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരുന്നതാണ്. നിങ്ങളുടെ സൈക്കോളജിയുടെ ഏതൊരു പോർഷൻ എടുത്താലും, ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ഞങ്ങളുടെ കോളേജിൽ സൈക്കോളജിയുടെ റെഗുലർ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സൈക്കോളജി സ്റ്റുഡൻസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് നമുക്ക് ഒരു പേപ്പർ തരും, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ യെസ് ഓർണോ അല്ലെങ്കിൽ ഒരു സർവേ പോലെ നടത്താറുണ്ട്. സോ ഈ സർവേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേപ്പേഴ്സ് കിട്ടും. ഓരോ കുട്ടികളുടെയും ഒരു 10, 100, 200 കുട്ടികളുടെ ഒക്കെ സർവേയുടെ ഫോം നിങ്ങൾക്ക് കിട്ടും. സോ ആ സർവേ ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ആ സർവേ ഫോം ജസ്റ്റ് ഓരോന്നെടുത്ത് നോക്കി അതിൽ നിന്ന് ഓരോ പ്രാവശ്യം എടുത്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എളുപ്പത്തിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാം, അതിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാം, ആ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുക. സോ എല്ലാവരും സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഒക്കെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോവുക. വൺസ് അഗൈൻ എല്ലാവർക്കും നല്ലൊരു അപ്രിസിയേഷൻ തരാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ കോഴ്സ് നല്ല രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സോ യാസൻ എന്നാണ് ഫാക്കൽറ്റിയുടെ പേര്. നമ്മുടെ സോഷ്യോളജി സബ്ജക്ട്സ്, അതായത് നമ്മൾ ഇവിടെ ലേൺവൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ജനറിക് ഇലക്ടീവ്സ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയും അതുപോലെ ജെൻഡർ സെൻസിറ്റൈസേഷനും ഈ സബ്ജക്ട്സിന്റെ ക്ലാസ്സും സെഷൻസിൽ എപ്പോഴെങ്കിലും ഒക്കെ പരിചയപ്പെടാം കേട്ടോ. സോ അത്രേ ഉള്ളൂ. എല്ലാവരും ലാസ്റ്റ് സെഷനിൽ തന്നിരിക്കുന്ന ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് വളരെ നോളജബിളും സപ്പോർട്ടീവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ടീമിലുള്ള എല്ലാവരും. നിങ്ങൾക്ക് ഇനിയും ഫാക്കൽറ്റീസുമായിട്ട് വരുന്ന സമയങ്ങളിൽ ലൈവ് സെഷൻസിലൊക്കെ interact ചെയ്ത് പോവാം കേട്ടോ. So thank you so much both faculties and the learners for joining. Thank you.